ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടേ ഇല്ല, പണി തുടങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് എന്തോ ഒരു നല്ല രാവിലെ എണീറ്റു, ഒരു 4:45 ആയിട്ട് എണീറ്റു. പിന്നെ വിളക്ക് വെച്ചു, ബ്രഹ്മമുഹൂർത്ത വിളക്ക് വയ്ക്കാറുണ്ട്, അത് വെച്ചു. കാരണം മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് നേടാൻ വേണ്ടി. പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ വന്നു. മനസ്സിലായില്ലേ? നമ്മൾ സാധാരണക്കാർക്ക് അങ്ങനെയൊക്കെയല്ലേ, നമ്മൾ പല തരത്തിൽ നമ്മൾ പ്രയത്നിക്കും, ഒരുപാട് തരണം ചെയ്ത് മുമ്പോട്ട് പോകും. പക്ഷെ എന്നാലും ചില തടസ്സങ്ങൾ മുമ്പോട്ട് വരുമ്പോഴേ, അങ്ങനെയുള്ള സമയത്ത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് പണ്ട് തൊട്ടേ ഉണ്ട് കേട്ടോ. പണ്ട് തൊട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, നമ്മുടെ ചെറുപ്പകാലത്ത് മിക്ക വീടുകളിലും അമ്മമാർ, വയസ്സായ അമ്മാമ്മമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ, സത്യം പറഞ്ഞാൽ അവരാണ് ആ വിളക്ക് വെക്കണമെന്ന് ഞാൻ പറയണത്. കാരണം ചെറുപ്പക്കാർ പല അശുദ്ധി ഉണ്ടാവും, അപ്പോൾ അവർക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മാമ്മമാർ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവർ ആരെങ്കിലും വീട്ടിൽ രാവിലെ എണീക്കുക, മുൻവശം വീടിൻ്റെ ഉമ്മറം തെളിച്ച് അടിച്ച് തെളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പൂജാമുറിയിലോ അല്ലെങ്കിൽ ഉമ്മറത്തോ ഒരു വിളക്ക് കത്തിച്ച് വെക്കുന്ന ഒരു ശീലം പണ്ടുള്ളതാണ്. അത് ഇപ്പോഴും മിക്ക വീടുകളിൽ ആചരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ യൂട്യൂബ് കണ്ടേ പിന്നെയാണ് എല്ലാവരും ബ്രഹ്മമുഹൂർത്ത വിളക്ക് എങ്ങനെ വെക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തൊണ്ടയ്ക്ക് കുറച്ച് സൗണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. രാവിലെയാണ്, ഒരു 5:45 ഉള്ളതാണ്. അപ്പോൾ ആ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നത് കൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒത്തിരി എന്താ പറയുക, നമ്മളുടെ ഒരു നല്ലൊരു എനർജി നമുക്കും ഉണ്ടാവും, കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും, നമ്മുടെ ആഗ്രഹങ്ങൾ സാധീകരിക്കും എന്ന് പറയുന്നതിൽ നമ്മൾ വിശ്വാസത്തോടെ ചെയ്യണം. പരീക്ഷണമായിട്ട് ചെയ്യരുത്, വിശ്വാസത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഈ പണ്ടത്തെ അമ്മമ്മമാർ കണ്ടിട്ടില്ലേ, രാവിലെ എഴുന്നേറ്റ് നാരായണ 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 ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. അവർ കാല് നീട്ടിയിരുന്ന് ചുമരും ചാരി ഇരുന്നിട്ട് ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരൊക്കെ സത്യം പറഞ്ഞാൽ അവർക്ക് ഇന്നത്തെ പോലെ യൂട്യൂബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ചെയ്യണതല്ല. അവരുടെ ആ തലമുറകളായിട്ടുള്ള വിശ്വാസം അവരത് പിന്തുടർന്ന് കൊണ്ടുപോകുന്നു. പിന്നെ കാലക്രമേണ മക്കളൊക്കെ പല സ്ഥലത്തേക്ക് പോയി, നാട്ടും പുറത്തു നിന്ന് പട്ടണത്തിലേക്ക് പോയി, അങ്ങനെ പോയി ലൈഫ് ആകെ മാറി. പിന്നെ എല്ലാവരും അതങ്ങനെ കുറഞ്ഞു വന്നു. വീണ്ടും ഇപ്പോൾ യൂട്യൂബ് വന്നേ പിന്നെയാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇത് വീണ്ടും ഒന്ന് ഉണർന്നു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അത് എൻ്റെ പ്രായത്തിലുള്ളവർക്ക് ഒത്തിരി പേർക്ക് അറിയായിരിക്കും അല്ലേ. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ പ്രായമായ അമ്മമ്മമാരൊക്കെ ഉള്ളപ്പോൾ അവരിങ്ങനെ ചെയ്യണത് എത്രയോ വീടുകളുടെ ഉമ്മറത്തിരുന്ന് സന്ധ്യയ്ക്ക് നാമം ചൊല്ലുന്നു നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും കൂടി ചെറുപ്പക്കാരിലേക്കും അത് എത്തിയെന്ന് വേണം പറയാൻ, അത് യൂട്യൂബിലൂടെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചെറുപ്പക്കാരാകുമ്പോൾ പല പല തടസ്സങ്ങളും അശുദ്ധിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലവർക്ക് തോന്നലുണ്ടാവും ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ അതൊരു ഇതാവും. അതുകൊണ്ട് ചിലവർ ഇങ്ങനെ വേണ്ട, അധികം ഇതിലേക്ക് വേണ്ട എന്നുള്ള രീതിയിൽ പോണതായിരിക്കും കേട്ടോ. കാരണം പ്രായമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അവരും തുടങ്ങിയിരുന്നേന്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പറയാം, എൻ്റെ അച്ഛൻ്റെ അനിയനുണ്ടായിരുന്നു, കൊച്ചച്ഛൻ. അദ്ദേഹം വരുമ്പോൾ എന്താ പറയുക, എൻ്റെ അമ്മ അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് വിളക്ക് കൊളുത്തുമോ എന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം അന്ന് ഈ തിരക്കും ദാരിദ്ര്യവും അതിനിടയ്ക്ക് അവർക്ക് ആ ഒരു ഇതൊന്നും ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മയിൽ ഇല്ല. പിന്നെ അച്ഛൻ്റെ അനിയൻ വരുമ്പോൾ അല്ലെങ്കിൽ അച്ഛനും വലിയ ഇങ്ങനെ വിശ്വാസമൊന്നും എനിക്ക് തോന്നണില്ല. അച്ഛൻ്റെ അനിയൻ വരുമ്പോൾ വിളക്ക് കൊളുത്താൻ പറയും. 5 മണിക്ക് പുള്ളി എണീക്കും, അല്ലെങ്കിൽ പുള്ളി തന്നെ കൊളുത്തും. ആളൊരു വിവാഹമൊന്നും കഴിക്കാത്ത ഒരാളായിരുന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ 5 മണിക്കാണെങ്കിലും എണീറ്റ് വിളക്ക് കൊളുത്തുക, നാമം ചൊല്ലുക, അങ്ങനെ ഒരു കുറച്ച് ദിവസം നിൽക്കുമ്പോൾ ആ ഒരു അന്തരീക്ഷം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ആയപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയൊക്കെ അത് ചെയ്തു തുടങ്ങിയത്. അമ്മ ഓരോ വീടുകളിൽ, അടുത്ത വീടുകളിലൊക്കെ ഓരോരുത്തരും പുറത്തുനിന്ന് പോയിട്ട് വരുന്നവരും അല്ലെങ്കിൽ അവരൊക്കെ പലതും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ. ഈ വീട്ടിലെ ദാരിദ്ര്യം മാറാത്തതിൻ്റെയും അല്ലെങ്കിൽ വീട്ടിലെ ഓരോരോ വിഷമതകൾ വരുമ്പോൾ, ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിന് ഒരു ഇത് പറഞ്ഞു കൊടുക്കണം, അത് ഞാൻ കേട്ടിട്ടുണ്ട്.
തൊട്ട് അയൽവക്കത്തുള്ളവരൊക്കെ ഒന്ന് പറയുമ്പോൾ അമ്മയോട് ഇങ്ങനെ പറയാറുണ്ട്. പിന്നെ അമ്മ എഴുന്നേറ്റ് അമ്മ ഇതുപോലെ രാവിലെ അമ്മയെ കൊണ്ടാവുന്ന അമ്മ ചെയ്യാറുണ്ട് കേട്ടോ. കാര്യം അന്നൊന്നും ആ മന്ത്രങ്ങളോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒന്നൊന്നും അറിയാത്ത ഒരു കാലമായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മ ശനിയാഴ്ച ഒരിക്കലിരിക്കണത്. അതായത് ശനിദശയാണ് അതാണ് മാറാത്തത് എന്നും പറഞ്ഞുകൊണ്ട് ശനിയാഴ്ച ഒരിക്കലിരിക്കണത്. അതും ഞാൻ ഓർക്കേണ്ടത്. അമ്മ അങ്ങനെ പറയും എന്ത് കഴിക്കില്ല അന്നത്തെ ദിവസം. ഉള്ളി കഴിക്കുകയോ അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ഭയങ്കര ഇതാണ് ഈ ഒരിക്കലിരിക്കുമ്പോൾ ഉള്ളിയൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ആ ഉള്ളി കഴിക്കില്ല. ശനിയാഴ്ച ഒരു നേരം അരിയാഹാരം കഴിക്കുകയുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പുറമേ നിന്ന് വന്നവർ, ഞാൻ പറയുകയാണെങ്കിൽ അയൽവക്കത്ത് മക്കളൊക്കെ പുറത്തു പോയി അവർ കുറച്ചും കൂടി ഒന്ന് അവരുടെ അമ്മായിയമ്മമാർ അങ്ങനെ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും കുറച്ച് വിവരമൊക്കെ ഉള്ളവരൊക്കെ ആയിട്ട് വന്നവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ അത് രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയില്ല. എന്നാൽ പൂർണ്ണമായിട്ടും ഞാൻ പറയില്ല ഭക്തിയോടെയാണ് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒരു ഇതാണെന്നോ അതൊന്നും ഞാൻ പറയില്ല. പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ദൈവികമായിട്ട് ചെയ്യുമ്പോൾ വിശ്വാസത്തോടെ ചെയ്യുക എന്ന് പറയും. പിന്നെ നമ്മുടെ കുടുംബ ഐശ്വര്യം, നമ്മുടെ സന്താനങ്ങൾക്ക്, സന്താന പരമ്പരകൾക്ക് ഇതെല്ലാം നല്ലൊരു ഐശ്വര്യവും നല്ലൊരു കുടുംബജീവിതം എല്ലാവർക്കും ഉണ്ടാവണമെങ്കിൽ നമ്മൾ അമ്മമാർ തന്നെ പ്രാർത്ഥിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം മക്കൾക്ക് ചിലപ്പോൾ പഠിക്കുന്ന തിരക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന തിരക്ക് ചിലപ്പോൾ ഇതൊന്നും സാധിച്ചു എന്ന് വരില്ല. അപ്പം നമ്മൾ അമ്മമാർ കുറച്ച് സമയം കണ്ടെത്തി മക്കൾക്ക് വേണ്ടിയും പിന്നെ അവരുടെ വിവാഹം, അവരുടെ പരമ്പരകൾ, സന്താന സൗഭാഗ്യം എല്ലാം ഉണ്ടാവണമല്ലോ. എന്നാലല്ലേ ആ കുടുംബത്തിനൊരു പൂർണ്ണത വരുള്ളൂ. അപ്പം ഇതെല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ അമ്മമാർ തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ്. കാരണം നമ്മളുടെ കുടുംബം നമ്മുടെ കയ്യിലാണ്. അത് നല്ലതാവാനും ചീത്തയാവാനും സാധിക്കുന്നത് ഒരു അമ്മയുടെ കയ്യിലാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പറയാറില്ലേ ഒരു കുടുംബത്തിൻ്റെ സമാധാനം ആ വീട്ടമ്മയുടെ കയ്യിലാണെന്ന് പറയും. ശരിയല്ലേ? ആ വീട്ടമ്മ എങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നോ അതായിരിക്കും ആ കുടുംബത്തിൻ്റെ എന്താ പറയുക നല്ലതും ചീത്തയും എന്ത് വേണമെങ്കിലും ഒക്കെ വരുന്നത് ആ ഒരു അവിടെ നിന്നായിരിക്കാം. ചില സമയത്ത് നമ്മൾ പറയില്ലേ നമ്മളുടെ ചില കഷ്ടകാല സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമുക്കത് ഒരു തരത്തിലും അതിനൊരു ഫലം കിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ? പക്ഷെ അതൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, ഞാൻ പറയുകയാണെങ്കിൽ ഫലപ്രാപ്തി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ ഒരു 2 ദിവസം കൊണ്ടോ കിട്ടൂല. ഇപ്പം ഒരു കാര്യം നേടുകയാണ്, നമുക്കൊരു മനസ്സിലൊരു കാര്യം തോന്നുകയാണ്, ഇന്ന കാര്യം നടക്കണം. ഒരു പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിനോട് അതിൽ ഒരു 11 ആഴ്ച അത്രയെങ്കിലും നമുക്ക് സമയം നമ്മൾ പറയണം. ഒരു 11 ആഴ്ച കൊണ്ട്. കാരണം നമ്മൾ ആ ആഴ്ച തോറും ഏത് ദിവസമാണോ ആ ദിവസം പോയി നമ്മൾ ചെയ്യുന്ന ഏതും വഴിപാട് എന്ത് വേണമെങ്കിലും ആവാലോ അങ്ങനെ ചെയ്ത് കൃത്യമായിട്ട് ചെയ്ത്, അതായത് ഇന്ന് തന്നെ നമ്മൾ പോയി പറഞ്ഞ് നാളെ എനിക്കത് സാധിക്കണം, അതും ഒരിക്കലും സാധിക്കില്ല കേട്ടോ. അത് ഒരു തരത്തിലും അംഗീകരിക്കപ്പെട്ടതല്ല അത്. അറ്റ്ലീസ്റ്റ് ഒരു 11 ആഴ്ചയെങ്കിലും നമ്മൾ സമയം ഭഗവാനും കൊടുക്കണം. 11 ആഴ്ച കൊണ്ട് ഞാൻ ഇത്രയും ചെയ്തു തരാം, എനിക്ക് ആ കാര്യം സാധിച്ചതാ എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മളൊന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ കിട്ടാത്ത ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ അനുഭവം കേട്ടോ പറയണത്. അല്ലാതെ എനിക്കെല്ലാം തികഞ്ഞിട്ടെന്നോ അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ടോ എന്ന് പറയണതല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും ഭഗവാനും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോണത്. കാരണം അല്ലാതെ എനിക്ക് പറഞ്ഞു തരാനോ എൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഒരാളും തന്നെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ കുടുംബത്തിനെ എങ്ങനെ കൊണ്ടുപോകണം, അത് ദുഃഖവും ദുരിതമൊന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ തന്നെ ആലോചിക്കും. എന്ത് ചെയ്യണം, ഇന്ന് എങ്ങനെ ചെയ്യണം. കാരണം നമ്മുടെ എന്താ പറയുക നമുക്ക് പല പല ടെൻഷനുകളും പല പല ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കും ഉണ്ടാവുമല്ലോ. ഈ പറഞ്ഞ എനിക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഭഗവാനെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു 11 ആഴ്ചയെങ്കിലും ഒരു കാര്യം നേർന്ന് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ 11 ആഴ്ചയിൽ നമ്മൾ ഏത് ദൈവത്തിനെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവിടെ ചെന്ന് ആ ക്ഷേത്രത്തിൽ ചെന്ന് ആ വഴിപാട് ഓരോ ആഴ്ചയിലും എന്താണോ നേർന്നേക്കണം അതങ്ങ് പറഞ്ഞ് ആ വഴിപാട് ചെയ്യുക. ആ 11 ആഴ്ച ആകുമ്പോഴത്തേക്കും നമ്മളുടെ കാര്യം നമ്മൾ എന്താണോ മനസ്സിൽ ചിന്തിച്ചത് അത് നടന്നിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അതിരാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇപ്പം നാളെ തന്നെ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയല്ല.
നമ്മൾ ഇപ്പോഴേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഭഗവാനോട് നമ്മൾ ചോദിക്കുകയാണല്ലോ, എനിക്ക് അങ്ങനെ ഇങ്ങനെ താന്നൊക്കെ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഫലമൊക്കെ ചിലപ്പോൾ ആ സമയത്തായിരിക്കും നമുക്ക് കിട്ടണത്. തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഓരോ കാര്യങ്ങളും നമുക്ക് നേടിത്തരുന്നത് ചിലപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ ആയിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവളാട്ടോ. ഒരുപാട് എന്താ പറയുക, ഞാൻ എന്ന് വെച്ചാൽ അമിതമായിട്ട് ഭക്തിയോ അമിതമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളോ അതുമില്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നിരന്തരം പ്രാർത്ഥിക്കുന്നത് അത് ഞാൻ മുടക്കാറില്ല. എന്നെക്കൊണ്ടാവുന്ന എൻ്റെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ കുറച്ച് ചില സമയത്ത് എനിക്ക് പറ്റാത്ത അവസ്ഥ വരാറുള്ളൂ. ബാക്കി എല്ലാ സമയങ്ങളിലും ഞാൻ പരമാവധി സമയം കണ്ടെത്തും. എന്നിട്ടേ ബാക്കി എന്ത് ചെയ്യൂ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഒന്നും ഇല്ല, എഴുന്നേറ്റിട്ടേ ഉള്ളൂ. എന്താ പറയുക, ഇപ്പോൾ വേഗം തോന്നി എനിക്കൊന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നി. അപ്പം തന്നെ ഞാൻ താഴത്തെ സ്റ്റെപ്പിൻ്റെ അടുത്ത് വന്നിരുന്ന ചെയ്യണത്. കാരണം റൂമിൽ അവർ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ പിന്നെ എൻ്റെ സൗണ്ട് അവർക്കൊരു ഇത് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഞാൻ താഴത്ത് വന്ന് സ്റ്റെപ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയണതാണ്. അപ്പോൾ നല്ലൊരു മൂഡ് ഇന്നുണ്ടായി. എനിക്കത് പറയാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം. അതിന് ഞാൻ നന്ദി പറയണം. എന്ത് കാര്യം നമുക്ക് നേടിത്തന്നോ ഭഗവാൻ, നമ്മൾ ആഗ്രഹിച്ച് നേടിത്തന്നോ, അത് നന്ദി പറയുക തന്നെ വേണം. നമുക്ക് നാളെയും നമുക്ക് എന്നാലാണ് ചോദിക്കാനുള്ള അർഹതയുള്ളൂ. കാരണം ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ എനിക്ക് ഞാൻ വിചാരിച്ചതല്ല. സത്യത്തിൽ ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനൊരു വീഡിയോ പറ്റിയേ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനിങ്ങനെ അവിടെ ഇരുന്ന് നാമം ചൊല്ലിക്കൊണ്ടിരുന്നു കുറച്ച് നേരം. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, പെട്ടെന്ന് എന്തോ മനസ്സിലിങ്ങനെ തോന്നി ഒന്ന് വീഡിയോ എടുത്താലോ എന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ആ താഴത്തെ സ്റ്റെപ്പിൽ അവിടെ വന്നിരുന്നു. ഇത്രയും പറയാൻ പറ്റിയത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിന് ഞാൻ ഭഗവാനോട് നന്ദി പറയുകയാണ്. കാരണം ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയണം. നമുക്ക് ഈ ഇതെല്ലാം നേടിത്തന്നത് എല്ലാവർക്കും നമ്മൾ നന്ദി പറയുക തന്നെ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന്. ഇനി ഇത് അപ്ലോഡ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ വൈകുന്നേരമോ ചിലപ്പോൾ ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ ആവുമായിരിക്കും. കാരണം എൻ്റെ പണിയുടെ അനുസരിച്ച് വേണം ഞാൻ ഇതൊക്കെ ചെയ്യാനും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി നന്ദി നന്ദി.